പുറപ്പാട് ദിവസം 15-ാം അധ്യായം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിലെ മോശ മുഖാന്തരം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതകരമായ ഈ കാര്യത്തെ ഓർത്ത് അവർ ഒരുമിച്ച് ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ 15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത മഹാ അത്ഭുതം കണ്ടിട്ട് അവരെ രക്ഷിക്കുകയും അവരെ പീഡിപ്പിച്ച ഫറവോനെ ഏത് ചെങ്കടലിൽ കൂടിയാണോ അവരെ രക്ഷിച്ചത്, അതേ ചെങ്കടലിൽ തന്നെ ഫറവോനെ സൈന്യത്തെയും മുക്കി കൊന്നുകളഞ്ഞ കാര്യം അവർ കണ്ടു. ഏത് ക്രൂശ് മുഖാന്തരമാണോ ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് രക്ഷ ഒരുക്കിയത്, അതേ ക്രൂശിൽ തന്നെയാണ് പിശാചിനെയും അവന്റെ സർവ ആധിപത്യങ്ങളെയും എന്നേക്കുമായി ക്രൂശിൽ തോൽപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന സത്യം നമുക്കറിയാം. നാം സ്മരിച്ചു പോകണ്ട. ഏത് ചെങ്കടലിൽ കൂടെയാണോ ഇസ്രായേലിനെ ദൈവം രക്ഷിച്ചത്, അതേ ചെങ്കടലിലാണ് ഫറവോനെയും അവന്റെ സൈന്യത്തെയും ദൈവം നശിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ പ്രവൃത്തി കണ്ട് മോശയും തന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ ജനവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി. 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയപ്പോൾ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി. അവര് മരുഭൂമിയിൽ 3 ദിവസം അവർ നടന്നു. 3 ദിവസം നടന്നപ്പോൾ അവർ വല്ലാതെ ദാഹിച്ച് അങ്ങനെ പോകുന്ന ജനം അവർ മാറായിലെത്തി. മാറ എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്കാണ്. മാറ എന്ന് പറഞ്ഞാൽ എപ്പോൾ കേട്ടാൽ നമുക്കറിയാം കയ്പ് എന്ന അതിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. അവർ മാറായിലെത്തി. വെള്ളത്തിന് വേണ്ടി വളരെ ദാഹിച്ച് ആളുകളാണ് മാറായിലെത്തിയത്. വെള്ളം 3 ദിവസമായി മരുഭൂമിയിൽ കൂടെ വെള്ളം കിട്ടാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. അപ്പൊ അവർ മാറായിലെത്തി അവിടെ വെള്ളം കണ്ടു. അവർ വളരെ താല്പര്യത്തോടെ വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കണ്ട കാര്യം കുടിക്കാൻ പറ്റാത്ത രീതിയിൽ അത് കയ്പായി. അവർ മോശയ്ക്ക് വിരോധമായി ഇസ്രായേൽ പിറുപിറുത്തു. അവര് ആ പിറുപിറുപ്പ് പ്രത്യക്ഷത്തിൽ മോശയ്ക്ക് എതിരായി ആയിരുന്നു എങ്കിലും യഥാർത്ഥത്തിൽ ആ പിറുപിറുപ്പ് ദൈവത്തിന് എതിരെയായിരുന്നു. നമ്മൾ അതിന്റെ അടുത്ത വാക്കിൽ നമ്മൾ കാണുന്നത്, അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. ഈ വെള്ളം കുടിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ വെള്ളം വളരെ കയ്പുള്ളതായിരുന്നു. എന്നാൽ ദൈവം ചെയ്ത കാര്യം, ദൈവം ഇസ്രായേൽ മക്കൾക്ക് ആ വൃക്ഷം കാണിച്ചു കൊടുത്തില്ല. ദൈവം ഒരു വൃക്ഷം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശയ്ക്കാണ് ദൈവം ആ വൃക്ഷം കാണിച്ചു കൊടുത്തത്. മോശ മുഴുവൻ ഇസ്രായേലിന് വേണ്ടിയും ആ വൃക്ഷത്തിന്റെ ഒരു ഭാഗം ഒരു കൊമ്പാണെന്ന് സങ്കല്പിക്കാം. അത് ഈ വെള്ളത്തിൽ കൊണ്ടിട്ടു. ആ വെള്ളം മധുരമുള്ളത്. ദൈവം മരുഭൂമിയിൽ കൂടെ നടന്നു നീങ്ങുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യം നമ്മളുടെ സാഹചര്യങ്ങളെ മാറ്റുകയല്ല,
നേരെ മറിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് സഹിക്കാവുന്ന രീതിയിൽ ആക്കി ദൈവത്തിന്റെ കൃപ നമ്മളെ പൊതിഞ്ഞ് ദൈവത്തിന്റെ കൃപയിൽ നമ്മളെ ആക്കി മറ്റൊരു മനുഷ്യനാണെങ്കിൽ ഇത് സഹിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ തന്നെ ദൈവമുഖം അന്വേഷിച്ച് ദൈവത്തെ ആശ്രയിക്കുന്ന ഏത് ഒരു വ്യക്തിക്കും ദൈവമക്കൾക്കും അത് മറ്റുള്ളവരെ പോലെ കയ്പായി തോന്നാതിരിക്കത്തക്ക വിധത്തിൽ ആ സാഹചര്യങ്ങൾ ദൈവം അവർക്ക് പ്രയോജനമുള്ളതും അപ്പോൾ തന്നെ അവർക്ക് സഹിക്കാവുന്നതുമാക്കി തീർക്കും. ദൈവം തീയുടെ ബലം കെടുത്തുന്നത് തീ ഇല്ലാതാക്കിക്കൊണ്ടല്ല, നേരെ മറിച്ച് ആ തീയിൽ കൂടെ നടക്കാൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ടാണ്. മുള്ളിന്റെ പ്രയാസം ജീവിതത്തിൽ ഇല്ലാതാകുന്നത് ആ മുള്ള് നീക്കി കളഞ്ഞിട്ടല്ല, നേരെ മറിച്ച് ആ മുള്ളിന്റെ വേദനയെ അതിജീവിക്കുന്ന ദൈവ കൃപ ഓരോരുത്തരുടെ മേലും ചൊരിഞ്ഞുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. ദൈവം ഒരു കാര്യത്തെ രൂപപ്പെടുത്തുകയല്ല, മാറ്റിമറിക്കുകയല്ല, നേരെ മറിച്ച് നമ്മളുടെ ഹൃദയങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നു പറഞ്ഞല്ലോ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീ പോയി വെള്ളത്തിൽ നട്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. എന്നാൽ നമ്മൾ ബൈബിൾ ചരിത്രത്തിൽ നമ്മളെങ്ങും ഒരിക്കലും അങ്ങനെ ഒരു മല നീങ്ങിപ്പോയി വെള്ളത്തില് അല്ലെങ്കിൽ കടലിൽ അങ്ങനെ ആയിപ്പോയതൊന്നും നമ്മൾ കാണുന്നില്ല, കണ്ടിട്ടില്ല. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ കാര്യം എന്താണ്? യേശുക്രിസ്തു പറഞ്ഞത് നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സമായിരിക്കുന്ന വലിയൊരു മല, ഒരു പർവ്വതം, ആ വലിയൊരു മലയുണ്ട്, ഒരു പർവ്വതം, നമ്മൾ വെള്ളത്തിൽ കൂടെ മുന്നോട്ട് പോകും. ദൈവം ചെയ്യുന്ന കാര്യം ആ മലയുടെ മുകളില് ആ മല അടിയിൽ ആകത്തക്ക വിധത്തിൽ ഈ ജലത്തിന്റെ അളവ് കൂട്ടി ആ വെള്ളം ഈ പർവ്വതത്തിന് മീതെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ഈ പർവ്വതം നമ്മളെ സംബന്ധിച്ച പർവ്വതം അവിടെ ഉണ്ടെങ്കിൽ പോലും ആ പർവ്വതം നമ്മുടെ യാത്രയെ തടയാൻ കഴിയാത്ത വിധത്തിൽ ആ പർവ്വതത്തെ അതിജീവിക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം എല്ലാ സമയത്തും ഇങ്ങനെയാണ് ദൈവമക്കളെ നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് ദൈവത്തിന്റെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തിയോടെ അറിയാൻ കഴിയുന്നുണ്ട്. എന്നാല് അത് ഇസ്രായേൽ ജനം വെള്ളം കിട്ടാത്ത അവസ്ഥ മോശയ്ക്കും ഉണ്ട്. 3 ദിവസമായി മോശ വെള്ളം കുടിച്ച് മറ്റുള്ളവരുടെ വെള്ളം കുടിച്ചില്ലെന്നല്ല, പക്ഷെ മോശയ്ക്കും ഉണ്ട്. എന്നാൽ മോശ ചെയ്ത കാര്യം, മോശ ദൈവമുഖം അന്വേഷിച്ചു. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പിറുപിറുത്തു, എന്നാൽ മോശ ദൈവത്തോട് നിലവിളിച്ചു. ഈ വ്യത്യാസം എല്ലാ കാലത്തും നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. ഒരു കൂട്ടര് ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് വിലപിക്കുന്ന അനേകരെ നിങ്ങൾക്കും എനിക്കും ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, പരിചയമുണ്ടായിരിക്കും. എന്നാൽ ദൈവം എല്ലാ മനുഷ്യരോടും അല്ല ദൈവമക്കളോടല്ല എല്ലാവരോടും ഒരുപാട് ചെയ്യുന്നു. എന്നാൽ അതിൽ ചിലര് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് എന്താണ് ദൈവം ഇതിൽ കൂടെ എന്നെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, എന്താണ് ദൈവം ഇതിൽ കൂടെ എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവമുഖം അന്വേഷിച്ച് ദൈവത്തിൽ നിന്ന് തന്നെ ആ കാര്യം എന്താണെന്ന് ഗ്രഹിച്ച് ദൈവം തന്നെ അതിനുള്ള നീക്കുപോക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് കാണാൻ കഴിയും. ആ നീക്കുപോക്ക് എന്ന് പറയുന്നത് ആ സാഹചര്യത്തെ നീക്കുമല്ല, നേരെ മറിച്ച് അവരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ അപ്പോസ്തലന്മാരുടെ അവരുടെ ജീവിതത്തിൽ കയ്പില്ലാഞ്ഞിട്ടല്ല, അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ എല്ലാ വിധത്തിലും ജെറിക്കോ അനുഭവിച്ച അപ്പോസ്തലന്മാരെ നമുക്ക് ദൈവവചനത്തിൽ കൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവരെല്ലാം ചെയ്ത കാര്യം ആ സാഹചര്യങ്ങളെല്ലാം ദൈവമുമ്പാകെ ഏൽപ്പിച്ചുകൊണ്ട് മൗനമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നത് കൊണ്ട് ആ സാഹചര്യങ്ങളെ ദൈവം മാറ്റുമല്ല ചെയ്തു, നേരെ മറിച്ച് ആ സാഹചര്യങ്ങൾ നിലനിൽക്കത്തക്ക രീതിയിൽ അവരുടെ ഹൃദയത്തെ ദൈവം രൂപാന്തരപ്പെടുത്താനിടയായി. ഇവിടെ കാണുന്ന കാര്യം, അവരുടെ വെള്ളം കയ്പായിരുന്നു, നല്ല കയ്പ് മാറത്തക്ക രീതിയിൽ
ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷം കൊണ്ടുപോയി ആ വെള്ളത്തിലിട്ടു. അവരുടെ ആ കയ്പ് മാറി അത് മധുരമുള്ളതായി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവം ഇങ്ങനെ ചെയ്യുന്നത് ആ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് അത് വളരെ മധുരമുള്ളതായി തീരും. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് എല്ലാ കാലത്തും സംസാരിക്കുന്നത് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകണ്ട. അതിന്റെ അടുത്ത വാക്യം, അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു. 16-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം. പിന്നെ എലീമിൽ എത്തി. ഈ കയ്പുള്ള അനുഭവം ഈ വൃക്ഷം അതിൽ കൊണ്ടിട്ടത് കൊണ്ട് കയ്പ് മാറി മധുരമുള്ളതായി തീർന്നു. അവർ വെള്ളം കുടിച്ചു. ഈ കയ്പിന്റെ അടുത്ത അനുഭവം പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവുകളും 70 ഈത്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ അവര് പാളയമറിയി. അതിന്റെ 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ഞാൻ 24-ാമത്തെ വാക്യം വായിക്കുന്നു. മോശ കൽപ്പിച്ചതുപോലെ അല്ല 16-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. 11-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറയുക എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ ഇപ്പം പിറുപിറുക്കുന്ന വെള്ളത്തിന്റെ പ്രശ്നം കഴിഞ്ഞു. ഇപ്പൊ അവർ പിറുപിറുക്കുന്നത്, ഞങ്ങൾ മിസ്രൈമിലായിരുന്ന സമയത്ത് ധാരാളം ഇറച്ചി മാംസം ഭക്ഷിക്കുമായിരുന്നു. ഞങ്ങൾ ഇറച്ചി കലങ്ങളുടെ അടുത്തിരുന്നു. ഞങ്ങൾ കണ്ടമാനം മാംസം ഭക്ഷിക്കുമായിരുന്നു. ഇഷ്ടം പോലെ ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പിറുപിറുപ്പ് അത് ഓർത്താണ്. അപ്പൊ ദൈവം അവരോട് പറഞ്ഞ കാര്യം മോശ മുഖാന്തരം പറയുന്നത്, മോശയോട് ദൈവം കൽപ്പിക്കുന്നത്, അവര് മാംസം തിന്നും, അവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ അത് കൊടുക്കുമ്പോൾ ഞാൻ യഹോവയാണെന്ന് അവർ അറിയും. യഹോവയാണെന്ന് അവര് ഇതിനു മുൻപ് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചപ്പോൾ ഈ ദൈവം യഹോവയാണ്, യഹോവ എന്താണ് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് അല്ലെ ചെയ്തത് എന്നുള്ള കാര്യം ഇസ്രായേൽ ജനം അറിഞ്ഞിരുന്നു. ഇവിടെ അതിനുശേഷം പിന്നെയും ഒരു പിറുപിറുക്കാണ്. അല്ല, ഇവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് ദൈവത്തോട് പരാതി പറയുന്നു, മോശയോട് പരാതി പറയുന്നു. ഞങ്ങൾക്ക് മാംസം ഉണ്ടായിരുന്നു, മിസ്രൈമിലായിരുന്നപ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ പിന്നെയും എന്താ പറയുന്നത്, തികട്ടി കാര്യങ്ങൾ വരും. മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലതായിരുന്നു, മിസ്രൈമിലായിരുന്നപ്പോൾ ഇറച്ചി ഉണ്ടായിരുന്നു, മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടുപോലെ കഴിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ഇല്ല. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞത്, ഞാൻ അവർക്ക് മാംസം കൊടുക്കും, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കും. അവര് വൈകുന്നേരത്ത്, എന്നിട്ട് ദൈവം ചെയ്ത കാര്യം, കടലിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയായിരുന്ന ലിവ്യാതാൻ എന്ന ഒരു ജീവിയെ, അതിന്റെ തലകളെ തകർത്ത് കാടപ്പക്ഷികളായിട്ട് ഈ ഇസ്രായേലിന്റെ അവര് പാളയമടിച്ചിരുന്ന ആ പാളയത്തിൽ മുഴുവനും കൊണ്ട് നിറച്ചു കാടയായിട്ട് ഈ പക്ഷി അവരുടെ ഇസ്രായേൽ പാളയങ്ങളിൽ പറന്നു നിന്നും നമ്മൾക്ക് ദൈവത്തിന്റെ വചനം കാണാൻ കഴിയും. വാസ്തവത്തിൽ ഈ കാട എന്ന് പറയുന്നത്, കാട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ചെറിയൊരു പക്ഷിയാണ് കാട. ഇപ്പൊ വളർത്തുന്നുണ്ട്, നമുക്ക് അതിന്റെ മാംസം മേടിക്കാൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കാട അങ്ങനെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവൻ ലിവ്യാതാന്റെ തലകളെ തകർത്തു, മരുഭൂവാസികൾക്ക് മാംസം കൊടുത്തു, ആഹാരമായി കൊടുത്തു എന്നെല്ലാം നാം വായിക്കുന്നു. അപ്പൊ ഈ കാട വൈകുന്നേരത്ത് ഈ കാടകൾ വന്നിട്ട് ഇവിടെ പാളയത്തിൽ നിറഞ്ഞു.
പ്രഭാത സമയത്ത് ഇവർക്ക് മന്ന ദൈവം വർഷിപ്പിച്ചു കൊടുത്തു. ആദ്യമേ ഇവർക്ക് കൊടുത്തത് മന്ന അല്ല, ആദ്യമേ കൊടുത്തത് മാംസമാണ്. വൈകുന്നേരത്ത് മാംസം കൊടുത്തു, രാവിലെ മന്നായും കൊടുത്തു. ഈ മാംസം മന്ന കൊടുത്തപ്പോൾ ദൈവം ഒരു പ്രമാണം അവർ കൊടുത്തു, ഒരു വ്യവസ്ഥ കൊടുത്തായിരുന്നു. ആ വ്യവസ്ഥ ഇതാണ്: കൂടാരത്തിൽ ഉള്ളവരുടെ അംഗസംഖ്യയ്ക്ക് അനുസൃതമായി ഓരോരുത്തർ, കൂടാരത്തിൽ 5 പേരുണ്ടെങ്കിൽ ആ 5 പേർക്ക് കണക്കായി ഓരോരുത്തർക്കും ഓരോ ഇടങ്ങൾ വീതം മന്ന ശേഖരിക്കണം. ഓരോ ഇടങ്ങളിൽ ശേഖരിക്കും. അത് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിക്കരുത്. അന്ന് തന്നെ അത് പാകം ചെയ്ത് കഴിക്കണം. പിറ്റേ ദിവസം സൂക്ഷിക്കരുത്. പിറ്റേ ദിവസം സൂക്ഷിച്ചാൽ അത് ദ്രമിച്ചു പോകും. എന്നാൽ നമ്മൾ അവിടെ കാണുന്ന കാര്യം, വായിക്കുന്ന കാര്യം, ഇപ്പൊ പറക്കാൻ കഴിവ് കുറഞ്ഞവരും കാണും, കഴിവ് കൂടിയവരും കാണും. നമ്മൾ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഈ മിഠായി പെറുക്കൽ എന്ന് പറഞ്ഞ് മത്സരമൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം ചെയ്തു. പക്ഷെ അറിയാതിരിക്കും. മിഠായി നിലത്തിടും. അത് ഏറ്റവും അധികം പറക്കുന്ന കുഞ്ഞുങ്ങളാണ് ഫസ്റ്റ്, അവർക്കാണ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ പറക്കാൻ സ്പീഡുള്ളവരും അല്ല പറക്കാൻ സാമർഥ്യമുള്ളവരും സാമർഥ്യം കുറഞ്ഞവരും ഉണ്ട്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം നമ്മൾ ഈ താഴെയുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. അവര് ചെയ്ത കാര്യം, കുറെ പേർ ഒത്തിരി പറക്കി. എല്ലാ കാലത്തും ഈ അത്യാഗ്രഹികളായിട്ടുള്ള മനുഷ്യരുണ്ട്. ഒത്തിരി പറക്കി. ചിലർക്ക് എന്നാൽ അത്രയും പറക്കാനുള്ള കഴിവില്ലായിരുന്നത് കുറച്ചേ പറയും. പക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചത്, ഒരു വീട്ടിൽ കൊണ്ട് അളന്നു നോക്കിയപ്പം ഏറെ പിറക്കിയവന് ഏറെയും കണ്ടില്ല, കുറച്ച് പിറക്കിയവന് കുറഞ്ഞും പോയില്ല. അളന്നു നോക്കിയപ്പം എല്ലാവരുടെയും തുല്യമായി. ഒരാൾക്ക് ഒരിടങ്ങഴി വീതം. അങ്ങനെ ദൈവം ഓരോ ഇടങ്ങഴി വീതം മന്ന ഇവർക്ക് കൊടുത്തു. അതെല്ലാ ദിവസവും രാവിലെ ഇവരുടെ പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണ് കിടക്കുമായിരുന്നു. മഞ്ഞ് സൂര്യൻ ഉദിക്കുമ്പോൾ ഈ മഞ്ഞ് സാവകാശത്തിൽ ഉരുകും. ഈ മഞ്ഞ് സാവകാശത്തിൽ ഉരുകി കഴിയുമ്പോൾ ചെതുമ്പൽ പോലെ ഒരു വസ്തു ഇവരുടെ പാളയത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതാണ് മന്ന എന്ന് പറയുന്നത്. അവരെ പറക്കി എടുത്ത് അന്നേക്കുള്ളത് അന്നന്ന് പറക്കിയെടുക്കും. ഇത് നാളത്തേക്ക് വെക്കാൻ പാടില്ല, നാളത്തേക്ക് വെക്കാൻ ശ്രമിച്ചു. അപ്പോ അങ്ങനെ ഇവര് ഓരോ ദിവസത്തേക്ക് ഒരാൾക്ക് ഒരിടങ്ങൾ വീതം ദൈവം കൊടുത്തു. എന്നാൽ മാംസത്തിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രമാണമൊന്നും വെച്ചിരുന്നില്ല. അവർ ഇഷ്ടം പോലെ അവർ കഴിച്ചു. ഇത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ചെയ്തൊരു കാര്യം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുന്നത് നല്ലതായിട്ട്. അതാണ് അബ്രഹാം കൂടാരത്തിന് സമയത്ത് 3 പേര് വന്നെന്നും ആ 3 പേരെ അബ്രഹാം സ്വീകരിച്ചെന്നും സൽക്കരിച്ചെന്നും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവിടെ അബ്രഹാം പറഞ്ഞ കാര്യം, 3 പേര് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സാറയോട് പറഞ്ഞത്, നീ ക്ഷണത്തിൽ പെട്ടെന്ന് ഒരു 3 ഇടങ്ങഴി മാവ് എടുത്തിട്ട് അവർക്ക് അപ്പോട്ടാക്കും. എന്നാൽ മാംസത്തിന്റെ കാര്യത്തില് അബ്രഹാം അങ്ങനത്തെ യാതൊരു അളവും വെച്ചില്ല. ബാല്യക്കാരോട് പറഞ്ഞു, ഏറ്റവും വെളുത്ത കൂട്ടത്തിൽ ഏറ്റവും വെളുപ്പുള്ള ഒന്നിനെ വേഗത്തിൽ പാകം ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നത്, ഈ അപ്പം കൊടുത്തത് ഇടങ്ങഴി വീതം, അപ്പത്തിന് വേണ്ടി മാവ് എടുത്തത് ഓരോരുത്തർക്കും ഓരോ ഇടങ്ങഴി വീതം. 4ാം തലമുറക്കാരായിരിക്കുന്ന ഈ ഇസ്രായേലിന് അഥവാ 4ാം തലമുറക്കാരായിരിക്കുന്ന ഈ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർക്ക് ദൈവം ഇപ്പോ കൊടുക്കുന്നത് അബ്രഹാം 4 തലമുറയ്ക്ക് മുമ്പ് കൊടുത്ത പോലെ ഓരോരുത്തർക്ക് ഓരോ ഇടങ്ങൾ വീതം മന്ന കൊടുക്കാൻ ദൈവം തയ്യാറായി. എന്നാൽ മാംസത്തിന്റെ കാര്യത്തിന് അബ്രഹാം ഒരു കണക്കും വെക്കാതിരുന്നത് എന്നാണെന്നല്ല, അങ്ങനെ ബൈബിൾ ഒരു തെളിവില്ല. നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയുന്നത് മാത്രം. അപ്പോ അബ്രഹാം ഈ മാംസത്തിന്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും അല്ലെങ്കിൽ യാതൊരു അളവും വെക്കാതിരുന്നിട്ട് ഈ 4ാം തലമുറക്കാർക്ക് മാംസം കിട്ടിയപ്പോൾ അവർക്ക് അതിന് ഒരു അളവില്ല. എന്നാൽ മന്നയുടെ കാര്യത്തിൽ അളവുണ്ടായിരുന്നു.
അവരിങ്ങനെ മന്ന എല്ലാ ദിവസവും അവർ ഭക്ഷിക്കണമായിരുന്നു. എല്ലാ ദിവസവും മന്ന ഭക്ഷിക്കണം. ഇന്നത്തെ മന്ന ഇന്ന് തന്നെ ഭക്ഷിക്കണം. ഈ മന്ന എന്ന് പറയുന്നത് ഇന്ന് ദൈവത്തിന്റെ വചനമാണ് അറിയാൻ കഴിയും. ഈ മന്ന ഈ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന പ്രയാണികൾ, യാത്രക്കാർക്ക് മരുഭൂമിയിൽ അവർക്ക് ഒരു വിധത്തിൽ ഒന്നിലും ആശ്രയിക്കാൻ ഇടയില്ല, ആശ്രയിക്കാൻ ഒന്നുമില്ല. മരുഭൂമിയിൽ കൂടെ നടക്കുന്നവർക്ക് ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ, ദൈവം മാത്രം ആയിരിക്കണം. മരുഭൂമി എന്ന് പറയുന്നത് മറ്റു യാതൊരു സാധ്യതകളും ഇല്ലാത്ത സ്ഥലമാണ്. ദൈവം മാത്രമായിരിക്കണം അവരുടെ ആശ്രയം, ദൈവം ആഗ്രഹിക്കും. എന്ന് മാത്രമല്ല, ഈ മരുഭൂമിയിൽ കൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോഴാണ് അവന്റെ ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന് അവന് തന്നെ ബോധ്യപ്പെടുന്നു. നമ്മൾ ദൈവത്തിന്റെ വാക്യം വായിക്കുന്നു, ഈ 40 വർഷം ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടെ നടത്തിയതിന്റെ ആവശ്യകത എന്തായിരുന്നു, അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ബൈബിള് പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ ഉള്ളത് എന്ത് ആണ് എന്ന് നിന്നെ തന്നെ കാണിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ 40 വർഷം ഈ മരുഭൂമിയിൽ കൂടെ നടത്തിയത് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ഉള്ളിൽ എന്താണുള്ളത്, ഇവരുടെ ഹൃദയത്തിലെ താല്പര്യം എന്താണ്, ഇവരുടെ ഹൃദയത്തിൽ എന്താണുള്ളത്, അത് ദൈവത്തിന് അറിഞ്ഞുകൂടാന്നല്ല, ദൈവത്തിനെല്ലാം അറിയും. എന്നാൽ ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ്. ഒരുപക്ഷെ നമുക്കും നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഒരു വ്യാജമായ ആശ്വാസം കൊള്ളാൻ സാധ്യതയുണ്ട്. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നാം അപകടകരമായ ഒരു മേഖലയിലാണ് എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കുന്നത് ആവശ്യമാണ്. എല്ലാ സമയത്തും നാം ദൈവത്തിലേക്ക് നോക്കുന്നവരും അതുപോലെ തന്നെ നാം നമ്മളെ തന്നെ നോക്കി നമ്മളെ തന്നെ വിലയിരുത്തുന്നവരും നമ്മളെ തന്നെ വിധിക്കുന്നവരും ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കും. നാം മറ്റുള്ളവരെയല്ല, നമ്മളെ തന്നെ വിധിക്കുന്നവരായിരിക്കും. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ഈ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് വരണം. കാരണം ദൈവം മാത്രമേ ആശ്രയമായിട്ട്, ഒന്നും ഇപ്പം നമുക്ക് ആശ്രയിക്കാനില്ല. യാതൊരു കാര്യങ്ങളും അനുകൂലവുമല്ല. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് വെളിവാകുന്നത്. അപ്പോൾ അടുത്ത മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ 13ാമത്തെ വാക്യമാണ് വായിച്ചത്. കാടുകൾ വന്നു പാളയത്തെ മൂടി. അതിന്റെ 15ാമത്തെ വാക്യം, 16ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യം വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു. ഓരോരുത്തൻ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിന് ഒത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നാറെ ഏറെ പെറുക്കിയവനെ ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. പിറ്റന്നാളത്തേക്ക് ആരും ഒട്ടി ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു. അത് ക്രമിച്ചു നാറി. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് മാറ്റിവെക്കാൻ ഉള്ള സാധ്യത നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇവിടെ ഈ ദൃഷ്ടാന്തത്തിൽ കൂടെ ദൈവം പറയുന്നത്, ഓരോ ദിവസവും ആവശ്യമുള്ളത് അതാത് ദിവസം തരും. ആ ദിവസത്തേക്ക് ഉള്ളത് അതാത് ദിവസം തരുമ്പോൾ അത് നാളത്തേക്ക് മാറ്റിവെച്ചാൽ അത് ക്രമിച്ചു പോകും. എന്നാൽ ആ ദിവസത്തേക്കുള്ളത് അന്ന് തന്നെ ഭക്ഷിക്കണം. അന്ന് തന്നെ ഭക്ഷിച്ചാൽ ഈ ഭക്ഷണം എന്ന് പറയുന്നത് അത് ഉയരത്തിൽ നിന്നുള്ളതാണ്, ആ ദൈവം കൊടുക്കുന്നതാണ്. അത് തിന്ന് അത് ബലവാന്മാരുടെ ഭക്ഷണമാണ് എന്ന് നാം ദൈവത്തിന് കാണുന്നുണ്ട്. ബലവാന്മാരുടെ ആഹാരമാണ് ഈ മന്ന എന്ന് പറയുന്നത്. അത് തിന്ന് ബലപ്പെട്ട് ഈ മരുവിൽ കൂടെ ഓരോ ദിവസവും നടക്കാൻ ദൈവം ആ മരുഭൂമിയിൽ കൂടെ നടക്കുന്നവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
അവരുടെ ഭക്ഷണം വേറൊന്നുമില്ല. അവർക്ക് വേറെ ഒരു ഭക്ഷണവും കഴിക്കാനില്ല. ഈ മന്നയല്ലാതെ വേറൊന്നുമില്ല. യേശുക്രിസ്തുവിന്റെ അടുത്ത് പിശാച് വന്നിട്ട് പറഞ്ഞു, നിനക്ക് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് ചെന്നു യേശുവിനോട് പറയുന്നത്, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ഈ കല്ലുകളോട് അപ്പമായി തീരാൻ കൽപ്പിക്കാം. അപ്പൊ യേശു പറയുന്ന മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാൽ അപ്പം ഇല്ലെങ്കിലും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാലാണ് ദൈവത്തിന്റെ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് യേശു പിശാചിനോട് പറയുണ്ടായി. അപ്പോൾ ഈ മരുഭൂമിയിൽ കൂടെ നടക്കുന്ന മനുഷ്യൻ, ദൈവമക്കൾ ജീവിക്കേണ്ടത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം വേണം, ദാഹിക്കുമ്പോൾ വെള്ളം വേണം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷെ അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ സ്വയപ്രയത്നമല്ല. മരുഭൂമിയിൽ അങ്ങനെ പ്രയത്നിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യം ദൈവം നിവർത്തിക്കുന്നത് വഴിയാണ് ഈ മരുഭൂമിയിൽ കൂടെ ഓരോ ദൈവമക്കളും നടക്കേണ്ടത്. അങ്ങനെയാണ് ദൈവം അവരെ നടത്തുന്നത്. അപ്പോൾ അടുത്ത ഭാഗം ഇങ്ങനെ എഴുതി, അതിന്റെ 20-ാമത്തെ വാക്യം 16-ാം അധ്യായത്തിന്റെ, എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റത്തേക്ക് കുറെ ശേഷിപ്പിച്ചു, അത് ക്രമിച്ചു നാറി. 22-ാമത്തെ വാക്യം, എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ, നാളെ സ്വസ്ഥതയാകുന്നു, യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്. അപ്പൊ ഈ വെള്ളിയാഴ്ച ദിവസം വലിയൊരു അത്ഭുതം സംഭവിച്ചു. വെള്ളിയാഴ്ച ദിവസം ഇവർ പെറുക്കിയപ്പോ ഓരോ ഇടങ്ങഴിയല്ല, 2 ഇടങ്ങഴി അവർക്ക് പെറുക്കേണ്ടി വന്നു. കാരണം ശനിയാഴ്ച ശബത്തായതുകൊണ്ട് ഇവർക്ക് അന്ന് ശബത്ത് ദിവസം സ്വസ്ഥമായിരിക്കണം എന്നതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഈ മന്ന പെറുക്കി, അല്ലെ ശബത്തിന്റെ തലേ ദിവസം പെറുക്കിയ മന്ന പിറ്റേ ദിവസത്തേക്ക് കൃപിച്ചു പോയില്ല. അത് ദൈവം അങ്ങനെ അരുളി ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. അവരുടെ ജീവിതത്തിൽ അത് ഒരു വലിയ അത്ഭുതമായി അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. ശനിയാഴ്ച ദിവസത്തേക്ക് അവർ സൂക്ഷിച്ചത്, അല്ലെങ്കിൽ ശബത്ത് ദിവസത്തേക്ക് അവർ സൂക്ഷിച്ചത് ക്രമിച്ചു പോയില്ല, അത് നാറിപ്പോയില്ല. ആ ശനിയാഴ്ച ഈ മന്ന അവരുടെ പാളയത്തിൽ പൊഴിഞ്ഞതുമില്ല. ശനിയാഴ്ച ദിവസം പാളയത്തിൽ മന്ന പൊഴിഞ്ഞില്ല. അവർ വെള്ളിയാഴ്ച ദിവസം അത് ശേഖരിച്ചു. 24-ാമത്തെ വാക്യം, മോശ കൽപ്പിച്ച പോലെ അവർ അത് പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു, അത് നാറിപ്പോയില്ല, ക്രമിച്ചതുമില്ല. അപ്പോൾ 25-ാമത്തെ വാക്യം, അപ്പോൾ മോശ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിപ്പീൻ, ഇന്ന് യഹോവയുടെ ശബത്താകുന്നു, ഇന്ന് അത് വെളിയിൽ കാണുകയില്ല. 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം, ശബത്തായ 7-ാം ദിവസത്തിലോ അത് ഉണ്ടാകുകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല. അതിന്റെ 30-ാമത്തെ വാക്യം, അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേൽ ആ സ്ഥാനത്തിന് മന്ന എന്ന് പേരിട്ടു. ഈ മന്നയുടെ 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മന്ന എങ്ങനെ ഇരിക്കും, എന്താണ് ഈ മന്ന എന്നുള്ള ഏകദേശം ഒരു രൂപമാണ് പറഞ്ഞിരിക്കുന്നത്. 3 ക്വാളിറ്റി, 3 വിശദീകരണങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കൊത്തമ്പാലരി പോലെയും വെളുത്ത നിറമുള്ളതും തേൻ കൂട്ടിയ ദോശ പോലെയും ഉള്ളതാണ്. 3 യോഗ്യതകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കൊത്തമ്പാലരി പോലെയാണ് ഷേപ്പ്, അതിന്റെ ആകൃതി. കൊത്തമ്പാലരി എന്ന് പറഞ്ഞാൽ മല്ലി പോലെയാണ് ഇതിന്റെ ആകൃതി. എന്നാൽ നിറം വെളുത്തതാണ്. അതിന്റെ ടേസ്റ്റ് ദോശ, അത് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് തേൻ കൂട്ടിയ ദോശ പോലെയാണ്. അതിന്റെ അടുത്ത വാക്യം, പിന്നെ യഹോവ
പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യം ആവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ച് വയ്പാൻ അതിൽ നിന്ന് ഒരു ഇടങ്ങഴി കുറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അവരോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നമ്മള് സമാന കൂടാരത്തെ കുറിച്ചും ന്യായപ്രമാണ പ്രകാരം ദൈവം കാണിച്ച മാതൃപ്രകാരം മോശ ഉണ്ടാക്കിയ സമാന കൂടാരത്തിന്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധലം, ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് ദൈവം പഠിക്കാനുണ്ട്. എങ്കിലും നമ്മൾ ഇതിന് മുൻപ് നമ്മൾ എബ്രാഹിം പഠിച്ചപ്പോൾ ഈ കാര്യം ആദ്യമായി ചിന്തിക്കുകയുണ്ടായി. അവിടെ ഈ ഒരു കൃപാസനവും അതിന്റെ അടിയിൽ നിയമപ്പെട്ടവുമുണ്ട്. ഈ നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിൽ 3 വസ്തുക്കൾ, നിയമപ്പെട്ടകത്തിനുള്ളിൽ 3 വസ്തുക്കൾ ഉണ്ട്, അല്ലെങ്കിൽ 3 വസ്തുക്കൾ ഉണ്ടെങ്കിലേ അത് നിയമപ്പെട്ടകം ആകത്തുള്ളൂ. അത് 1 അഹരോന്റെ തകർത്ത വടിയാണ്, 2 മന്ന ഇട്ടുവെച്ച പൊൻപാത്രമാണ്, 3 ദൈവത്തിന്റെ കൽപ്പലകൾ. അപ്പോ ഈ കൃപാസനത്തിന്റെ അടിയിൽ ഇരിക്കുന്ന നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിൽ ഈ 3 കാര്യങ്ങൾ വേണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ദൈവം ആ മരുഭൂമിയിൽ കൂടെ നടന്ന ഇസ്രായേലിന് കൊടുത്തതാണ് മന്ന. എന്നാൽ ഈ മന്ന തലമുറകൾക്ക് കാണാൻ വേണ്ടി ഇത് ഒരു പാത്രത്തിൽ ഒരിടങ്ങഴി എടുത്ത് സൂക്ഷിച്ചു വെക്കണം എന്ന് ദൈവം മോശയോട് കൽപ്പിക്കും. പിറ്റേ ദിവസത്തേക്ക് പോലും ക്രമിച്ച് നാറിപ്പോകുന്ന ഈ മന്ന നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത് ക്രമിച്ചില്ല, നാറിയില്ല, ഒന്നും സംഭവിക്കാതെ ഇത് തലമുറകൾക്ക് കാണാൻ വേണ്ടി അവിടെ സൂക്ഷിച്ചിരുന്നു. അപ്പോ അതിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ മന്ന ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൂടാരത്തിലല്ല, നേരെ മറിച്ച് അതിവിശുദ്ധ സ്ഥലത്താണ്. ഈ കൂടാരത്തിലെ തന്നെ അതിവിശുദ്ധ സ്ഥലം എന്ന സ്ഥലത്താണ് ഈ ക്രമിച്ച് നാറാതിരിക്കണമെങ്കിൽ ഈ മന്ന സൂക്ഷിക്കപ്പെടേണ്ടത്. പ്രാകാരത്തിൽ വെച്ചാലും ക്രമിക്കും, വിശുദ്ധ സ്ഥലത്ത് വെച്ചാലും ക്രമിച്ചു പോകും. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്താണ് ഈ കൃപാസനവും നെയ്യുംപൊട്ടവും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മന്ന ക്രമിച്ച് നാറാതിരിക്കണമെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ക്രമിക്കരുത്, നാറരുത്, പുഴുത്തു പോകരുത് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ മന്ന സൂക്ഷിക്കേണ്ടത് പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തല്ല, നേരെ മറിച്ച് അത് അതിവിശുദ്ധ സ്ഥലമാകുന്ന ഇന്ന് അത് ആത്മാവ്. ഈ ആത്മാവിൽ സൂക്ഷിക്കപ്പെടുന്ന ഈ മന്ന ഒരിക്കലും ക്രമിച്ചു പോകത്തില്ല, നാറിപ്പോകത്തില്ല. എന്ന് മാത്രമല്ല, അതൊരു പാത്രത്തിലാണ് ഇടേണ്ടത്. അത് ഒരു പൊന്നുകൊണ്ടുള്ള പാത്രത്തിലാണ് ഈ മന്ന ഇടേണ്ടത്. തിരുവനന്തപുരത്തിൽ നാം കാണുന്നുണ്ട്. ആ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പൊന്നുകൊണ്ടുള്ള പൊൻപാത്രത്തിലാണ് മന്ന ഇടേണ്ടത്. അപ്പോസ്തലൻ പൗലോസ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ വിശ്വാസം ശുദ്ധ മനസാക്ഷിയിൽ കാക്കപ്പെടുന്നവരായിരിക്കും. അപ്പോ ഈ ശുദ്ധ മനസാക്ഷിയിലാണ്, അല്ലെങ്കിൽ ശുദ്ധ ഹൃദയത്തോട് ചേർന്ന ഈ ശുദ്ധ മനസാക്ഷിയിൽ, അല്ലെങ്കിൽ ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഈ മന്ന സൂക്ഷിക്കുവാണെങ്കിൽ ഒരു നാളും ക്രമിച്ചു പോകത്തില്ല, നാറിപ്പോകത്തില്ല. അപ്പോ ആ മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെടുന്ന മന്നായിക്ക് ഒരു കേട് സംഭവിക്കത്തില്ല, അത് ക്രമിക്കത്തില്ല, നാശമായി പോകത്തില്ല. ഇന്ന് അത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവിൽ സൂക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം എല്ലാ സമയത്തും എല്ലാ കാലത്തും നമുക്ക് പ്രയോജനം കിട്ടുന്നതും, എല്ലാ സമയത്തും നമ്മളെ ആരോഗ്യത്തോടെ പുഷ്ടിയോടെ ഈ മരുഭൂമിയിൽ നടത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യണമെന്ന് മോശ അവരോട് പറഞ്ഞു. അവരോട് അങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അനന്തരം
നമുക്ക് ദൈവം അനുവദിച്ചാൽ 17ാമത്തെ അധ്യായം മുതൽ അടുത്ത ദിവസം ചിന്തിക്കാമെന്ന് ഞാൻ ധരിക്കും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി മാറാണ്.